ബാർഖുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശാലോം ടി വിയിൽ സാന്ത്വനം എന്ന ശുശ്രൂഷയിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനം പ്രഘോഷിക്കുവാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ഇന്ന് അല്പസമയം ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളതായ വേദഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. എബ്രായ ലേഖനം ആരെ എഴുതിയെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു അപ്പോസ്തലനായ പൗലോസ്ലീഹയാണ് എബ്രായ ലേഖനം എഴുതിയത് എന്ന്. ഈ ഭാഗത്ത് ചില മുന്നറിയിപ്പുകൾ പൗലോസ്ലീഹ നമുക്ക് തരികയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നിത്യജീവൻ ഒരു ദൈവവൈതലിനും നഷ്ടമായി പോകരുത് എന്നുള്ളതായ തീഷ്ണമായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ നാളുകളിൽ ദൈവവചനം കേട്ടതുകൊണ്ട്, ധ്യാനം കൂടിയതുകൊണ്ട്, ദൈവാലയത്തിൽ ആത്മാർത്ഥമായി പോയതുകൊണ്ട്, വിശുദ്ധ കുദാശകൾ സംബന്ധിച്ചതുകൊണ്ട് അനേകം ആളുകൾ ഒരു മാനസാന്തര ജീവിതം നയിച്ചു വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ മാനസാന്തര ജീവിതം നയിച്ചു വരുന്ന ദൈവമക്കളോട് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, പ്രകടമായ ദുസ്വഭാവങ്ങൾ പലതും മാറിപ്പോയി. മദ്യപാനം ഉൾപ്പെടെയുള്ളതായ പല വെറിക്കൂത്തുകളും മാറിപ്പോയിട്ടുണ്ട്, നല്ലത് തന്നെ. എന്നിരുന്നാലും ഇനിയും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തണം. കാരണം മാറ്റം വരുത്തിയില്ല എങ്കിൽ ആ നിത്യത നഷ്ടപ്പെട്ടു പോകുവാനിടയുണ്ട്. ആ നിത്യ നഷ്ടപ്പെടുന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആ കാണാത്തതായ നിത്യതയെക്കുറിച്ച്, ഇറ്റേണിറ്റിയെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു വലിയ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ആരും ദൈവകൃപ കിട്ട് മാറിപ്പോകരുത്. ലഭിച്ച ദൈവകൃപ ആരും നഷ്ടപ്പെടുത്തി കളയരുതേ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിച്ചു കൊള്ളണം. ഒരു ശുദ്ധീകരണമാണ് ആവശ്യം. ആരും വഴക്കുണ്ടാക്കുന്നവരായി മാറരുത്, കോപിക്കുന്നവരായി മാറരുത്, കോപിച്ചലറുന്നവരായി മാറരുത്, അസമാധാനമുണ്ടാക്കുന്നവരായി മാറരുത്, സമാധാനം വിതയ്ക്കുന്നവരായി മാറണം. കയ്പുള്ള വേര്, അതവിടെ കാര്യം ഉദ്ദേശിക്കുന്നത്, അത് കയ്പ് എന്ന് പറയുന്നത് പിണക്കം, വഴക്ക്, ഇതെല്ലാം ഉദ്ദേശിച്ചാണ്. അങ്ങനെ വഴക്കും പിണക്കവുമായിട്ട് പോകുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ ദേഷ്യ സ്വഭാവങ്ങൾ പടരുകയാണ്. അവിടെ അസമാധാനം ഉണ്ടാവുകയാണ്. ഇതെല്ലാം മാറ്റിയേ തീരൂ. വീണ്ടും പറയുന്നു, ആരും ദുർനടപ്പുകാരനായി മാറരുത്. വീണ്ടും ഒരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജഡീക അഭിലാഷങ്ങൾ, നൈമിഷികമായ സുഖങ്ങൾ നമ്മെ തേടി വരാറുണ്ട്. അതെല്ലാം പിശാചിൻ്റെ പ്രലോഭനങ്ങളാണ്. ആ പ്രലോഭനങ്ങളിൽ കുടുങ്ങി ദൈവത്തെ മറന്നുപോയി, നിത്യരാജ്യത്തെ മറന്നുപോയി ജീവിക്കുവാൻ ഇടവരരുതേ എന്ന് ലേഖനകർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നുണ്ട്, അവൻ പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട് ഒരു നിലവിളിയോടെ, ഒരു മാനസാന്തര അനുഭവത്തിലൂടെ കടന്നു വരുന്നുവെങ്കിൽ പോലും ഏശാവിന് അതിൻ്റെ പ്രയോജനം ആ സമയത്ത് ഉണ്ടാകുന്നില്ല. കാരണം സമയം കഴിഞ്ഞു പോയിരുന്നു. പ്രിയ സഹോദരങ്ങളെ,
ഇന്ന് മാനസാന്തരപ്പെടണം, നാളെ മാനസാന്തരപ്പെട്ടിട്ട് കാര്യമില്ല. ഈ വളരെ വ്യക്തമായ സന്ദേശമാണ് ഇവിടെ ലേഖനകർത്താവ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാഗവുമായി ധ്യാനിച്ച ആഴമേറിയ ചിന്തയാണിത്. പക്ഷെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഒരു നിലവിളി നാം കേൾക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏശാവ് പിതാവിനോട്, അപ്പാ, നിനക്കൊരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഏശാവ് പൊട്ടിക്കരയുകയാണ്. വിശുദ്ധ ബൈബിളിൽ നാം ഒരു പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ്. ആ നാളുകളിൽ ജ്യേഷ്ഠാവകാശമുള്ള ഒരു സമയമായിരുന്നു, കാലഘട്ടമായിരുന്നു. മൂത്ത മകനാണ് ജ്യേഷ്ഠാവകാശം. അവനാണ് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് പാരമ്പര്യം വഴിയായി, അന്നത്തെ രീതി വഴിയായി. ഇസഹാക്ക്, റിബേക്ക ദമ്പതികൾ, അവർക്ക് 2 മക്കൾ, ഏശാവും യാക്കോവും. 2 പേരും ഇരട്ടക്കുട്ടികളാണ് എങ്കിലും അവിടെ മൂത്ത മകൻ ഏശാവ് തന്നെയാണ്. ആ മക്കൾ വളർന്നു വരുമ്പോൾ അവിടെ ഏശാവ് വനസഞ്ചാരിയായിരുന്നു, വേട്ടയാടാൻ പോകുന്നവനായിരുന്നു. യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഏശാവ് വേട്ടയാടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നതായ ഭക്ഷണമെല്ലാം കഴിക്കുന്നുകൊണ്ട്, ഭക്ഷണം വേട്ടയിറച്ചി അപ്പന് നല്ല ഇഷ്ടമായിരുന്നുകൊണ്ട് അപ്പന് ഏശാവിനോട് വലിയ സ്നേഹമായിരുന്നു. എന്നാൽ അമ്മയായ റിബേക്കയ്ക്ക് ഇളയ മകനായ യാക്കോബിനായിരുന്നു സ്നേഹം കൂടുതൽ. കാലങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ളതായ വേദഭാഗം, 25-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ളതായ വേദഭാഗം പരിശോധിക്കുമ്പോൾ, ഒരിക്കൽ ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ഇതാ അനുജനായ യാക്കോബ് പായസം വെച്ചിരിക്കുന്നത് കാണുവാനിടയായി. ചുവന്ന പായസം എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. ഏശാവിന് നന്നേ ക്ഷീണമുണ്ട്, നല്ല പരവേശമുണ്ട്, ദാഹമുണ്ട്. അവൻ കടന്നു വരുമ്പോഴുണ്ട് ഇതാ പായസം വെച്ചിരിക്കുന്നു. അനുജ യാക്കോബേ, എനിക്കിത്തിരി പായസം കുടിക്കാൻ തരണം, ഞാൻ നന്നേ ക്ഷീണിതനാണ്. അനുജൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പായസം നൽകാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് നൽകണം, എനിക്ക് വിൽക്കണം, എങ്കിൽ മാത്രം ഞാൻ പായസം കുടിക്കുവാൻ തരികയുള്ളൂ. ഈ സമയത്ത് ഏശാവ് പറയുന്ന മറുപടി പ്രകാരമാണ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഞാനിതാ എൻ്റെ ജ്യേഷ്ഠാവകാശം തരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജ്യേഷ്ഠാവകാശം വിഷയമല്ല, എനിക്ക് പാരമ്പര്യം വിഷയമല്ല, എനിക്ക് അനുഗ്രഹമൊന്നും വിഷയമല്ല. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ദാഹമാണ്, ക്ഷീണമാണ്. ഈ പായസം കുടിച്ചില്ല എങ്കിൽ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അനുഗ്രഹസമ്പൂർണമായിരുന്ന ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ് അലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ ജ്യേഷ്ഠനായ ഏശാവ് അനുജനോട് പായസം വാങ്ങിക്കുടിക്കുകയാണ്. ഇതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് അപ്പനായ ഇസഹാക്കിന് പ്രായമേറെയായി, കണ്ണിന് കാഴ്ച മങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഒരു ദിവസം 27-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ മൂത്ത മകനായ ഏശാവിനെ വിളിച്ചിട്ട് അപ്പനായ ഇസഹാക്ക് പറയുകയാണ്, മോനെ, നിനക്കാണല്ലോ ജ്യേഷ്ഠാവകാശമുള്ളത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, എല്ലാ അനുഗ്രഹവും നിനക്ക് തരാൻ പോവുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, എനിക്കിഷ്ട ഭോജ്യമായ ആ വേട്ടയിറച്ചി കൊണ്ടുതരണം കേട്ടോ. നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്തുകൊണ്ട് വനത്തിലേക്ക് പോയി വേട്ടയാടി കൊണ്ടുവന്നുകൊണ്ട് ആ ഏറ്റവും സ്വാദു നിറഞ്ഞതായ വേട്ടയിറച്ചി എനിക്ക് നൽകണം. അങ്ങനെ ഏശാവ് വേട്ടയാടാൻ വനത്തിലേക്ക് പോവുകയാണ്. ഈ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേട്ടതായ അമ്മ റിബേക്ക ഇളയ മകനായ യാക്കോബിനെ വിളിച്ച് പറഞ്ഞു, മോനെ യാക്കോബേ, നിനക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരു നല്ല അവസരം ഒത്തു വന്നിട്ടുണ്ട്. ജ്യേഷ്ഠനെ ഇപ്പോൾ ഇങ്ങനെ പോയിരിക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ പോയിട്ട് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 കോലാട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ട് വരണം, ഞാനത് പാചകം ചെയ്തു തരാം. ഈ മകൻ അതിന് സംശയമെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അമ്മ പറയുന്നു, എൻ്റെ കൽപ്പന നീ പാലിക്കണം. അങ്ങനെ മകൻ പോവുകയാണ്, യാക്കോബ് പോകുന്നു. വളരെ വേഗത്തിൽ കോലാട്ടിൻകുട്ടികൾ കൊണ്ടുവരുന്നു. അതെല്ലാം പാചകം ചെയ്ത് സ്വാദിഷ്ടമായ ഇറച്ചിയെല്ലാം പാചകം ചെയ്ത് ഈ അമ്മ മകനെ അപ്പൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുമ്പോൾ യാക്കോബോട് പറയുന്നുണ്ട്, അമ്മേ, ഞാനിങ്ങനെ പോകുമ്പോൾ പ്രശ്നമുണ്ടല്ലോ. ജ്യേഷ്ഠനായ ഏശാവിൻ്റെ ശരീരം രോമാവൃതമായ ശരീരമാണല്ലോ, എൻ്റേത് അങ്ങനെയല്ലല്ലോ. അമ്മ പറഞ്ഞു, കാര്യം ചെയ്യാനും കാര്യമുണ്ട്. വേഗം ഏശാവിൻ്റെ വിശിഷ്ട വസ്ത്രം, പുറംകുപ്പായം എടുത്തുകൊണ്ടുവന്ന് ഈ അനുജനായ യാക്കോബിനെ അമ്മ അണിയിക്കുകയാണ്. പോരാ, ആ കോലാട്ടിൻകുട്ടികളുടെ ആട്ടിൻതോൽ എടുത്തുകൊണ്ടുവന്ന് ഇളയ മകൻ്റെ കഴുത്തിലും കൈകളിലുമെല്ലാം അണിയിക്കുകയാണ്. അങ്ങനെ വേഷപ്രച്ഛന്നനായി മകനെ ഇളയ മകൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പാ എന്ന് വിളിക്കുന്നു. നീ ആരാണ് മകനെ? ഞാൻ ഏശാവാണ്. നീ ഏശാവ് തന്നെയോ? അടുക്കിലേക്ക് വാ, ഞാൻ തപ്പി നോക്കട്ടെ. അപ്പൻ ഈ മകനെ തപ്പി നോക്കുന്നുണ്ട്. അപ്പനൊരു കാര്യം പറയുന്നുണ്ട്, ശരീരം ഏശാവിൻ്റേത്, ശബ്ദം യാക്കോബിൻ്റേത്, നീ ഏശാവ് തന്നെയോ? അതേ അപ്പ എന്ന് പറയുന്നു.
ആ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അപ്പനിതാ അനുഗ്രഹമെല്ലാം ഈ ഇളയ മകന് കൊടുക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇതിന് ശേഷമാണ് മൂത്ത മകനായ ഏശാവ് കടന്നു വരുന്നത്. അവൻ വേട്ടയിറച്ചിയെല്ലാം പാചകം ചെയ്ത് അപ്പൻ്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ അപ്പനും മനസ്സിലായി, മകനും മനസ്സിലായി വഞ്ചിക്കപ്പെട്ടു എന്ന്. ഈ സമയത്ത് വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ, അനുഗ്രഹമെല്ലാം ഇളയ മകൻ കൊണ്ടുപോയി എന്ന് മനസ്സിലായപ്പോൾ, മൂത്ത മകനായ ഏശാവ് പൊട്ടിക്കരയുന്ന ഭാഗമാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. അപ്പാ, നിനക്ക് അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇതാ മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഊണിന് വേണ്ടി, ഇത്തിരി ചുവന്ന പായസത്തിനു വേണ്ടി അനുഗ്രഹപൂർണമായ പാരമ്പര്യം ലഭിച്ചതായ ആ ജ്യേഷ്ഠാവകാശം അവൻ വിറ്റ് കളഞ്ഞതുകൊണ്ടാണ് അവൻ ആ ദുരന്തമുണ്ടായത്. പിന്നീടിതാ ഈ ഏശാവിൻ്റെ വംശപരമ്പര അടിമവംശമായ ഏദോം വംശമായി മാറുകയാണ്. യാക്കോബിൻ്റെ വംശപരമ്പര അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേൽ ജനതയായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ഏശാവ് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞതുകൊണ്ടാണ്, നൈമിഷികമായ സുഖത്തിന് വേണ്ടി വിറ്റുകളഞ്ഞതുകൊണ്ടാണ് ആ ദുരന്തം അവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജഡീക സുഖങ്ങൾ, നൈമിഷികമായ സുഖങ്ങൾ നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ വീണു പോകരുതേ എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാ പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാ പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാനീ, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. പ്രിയപ്പെട്ടവരെ, ഏശാവിൻ്റെ ജീവിതത്തിൽ ഭക്തി ഉണ്ടായിരുന്നുവെങ്കിലും ആ നൈമിഷികമായ സുഖത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ അവന് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ മറ്റൊരു ഭാഗത്ത് നമ്മോട് പറയുന്നുണ്ട്. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായ വേദഭാഗമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഏശാവിനെ ചൂണ്ടിക്കാണിച്ചത് അവൻ അഭക്തിയോടെ ജീവിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ അനേകം ആളുകൾ ഭക്തിയുടെ വേഷം ധരിക്കുന്നു, പക്ഷേ ഹൃദയത്തിൽ ഭക്തിയില്ലാതെ പോവുകയാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, മനുഷ്യൻ സ്വസ്നേഹികളായി മാറുന്നു. എന്താണ് സ്വസ്നേഹം എന്ന് പറയുന്നത്? നമുക്കറിയാം, പഴയ കാലങ്ങളിൽ നമ്മുടെ എല്ലാം ഗ്രാൻഡ് പേരൻസിൻ്റെ കാലങ്ങൾ നമ്മുടെ നാട്ടിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ഒരു വലിയ വീട്, ഒരു തറവാട് വീട്, അവിടെ അപ്പൻ അമ്മ മകൻ മക്കൾ, അനേകം മക്കൾ, അവിടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു 10-30 ആളുകൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നവിടെ പട്ടിണി ഉണ്ടായിരുന്നുവെങ്കിലും പ്രാർത്ഥനയുണ്ടായിരുന്നുകൊണ്ട് സമാധാനമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയെല്ലാം മാറിപ്പോയി, അണുകുടുംബങ്ങളായി മാറി. അങ്ങനെ വന്നപ്പോൾ വീടുകളുടെ എണ്ണം കൂടി, വീടുകളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. അപ്പൻ അമ്മ മക്കൾ 2 മക്കളെന്ന നിലയിലായി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അന്ന് ആളുകൾ മനസ്സിലേക്ക് കടന്നു വന്നത് ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുടുംബവും മാത്രമെന്നുള്ളതായി. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മാത്രം മതി, എൻ്റെ മക്കൾ മതി, അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, സഹോദരങ്ങളെ വേണ്ട. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നീ പറയുന്ന ഒരു വീട്ടിൽ 4 പേർ മാത്രമേ ഉള്ളൂവെങ്കിലും ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സുഖം മാത്രം മതി, എനിക്കെൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വിഷയമല്ല, മക്കൾ വിഷയമല്ല, എനിക്കെൻ്റെ സുഖം മാത്രം. സ്വസ്നേഹത്തിലേക്ക് ആളുകൾ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഒരു സംഭവം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. ഒരു സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടി കടന്നു വന്നതാണ്.
ഒരു 40 വയസ്സുള്ളതായ ചെറുപ്പക്കാരൻ. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം കരയുവാൻ ആരംഭിച്ചു. എന്താ സഹോദര കരയുന്നത്? അദ്ദേഹം പങ്കുവച്ചത് വളരെ വേദനാജനകമായ കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഈ നാളുകളിൽ ഒരു വിവാഹേതര ബന്ധത്തിലേക്ക്, എക്സ്ട്രാ മാരിറ്റൽ സെക്സിലേക്ക് കടന്നു പോയിരിക്കുന്നു എന്നുള്ളതായ വേദനാജനകമായ വാർത്തയാണ് എന്നോട് പങ്കുവച്ചത്. ഞാൻ പറഞ്ഞു, സഹോദര, ഇക്കാര്യം താങ്കൾ സംശയിക്കേണ്ട കാര്യമില്ല. ഈ കാര്യം തെറ്റാണ്. കാരണം താങ്കളുടെ ജീവിത പങ്കാളി എനിക്കറിയാമല്ലോ. പള്ളിയിൽ പോകുന്ന ആളാണ്, സുവിശേഷ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, ജോലിയുള്ള ആളാണ്. ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എൻ്റെ ജീവിത പങ്കാളിയും സംസാരിക്കണം. സഹോദരങ്ങളെ, എനിക്കറിയാവുന്ന ഒരു സഹോദരിയാണ്. ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, പോരാ ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നത്. ഈ കുടുംബത്തിലും ഈ മനുഷ്യന് ബിസിനസ്സുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, വാഹനങ്ങളുണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഈ സഹോദരി ഇങ്ങനെ പോകുവാൻ സാധിക്കുമോ? സംശയമാണ്. പക്ഷേ ആ സഹോദരിയുമായി ഏറെ നേരം സംസാരിച്ചപ്പോൾ ആ സഹോദരി ഒരു കാര്യം എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞത് മുഴുവനും ശരിയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആധുനിക സാങ്കേതിക വിദ്യയായ ഫേസ്ബുക്കിലൂടെ ഏതോ ഒരു ചെറുപ്പക്കാരനുമായി, യുവാവുമായി വെറുതെ ഒന്ന് പരിചയപ്പെട്ടതാണ്. ആ പരിചയം ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അത് പയ്യെ മുന്നോട്ട് പോയി സ്നേഹബന്ധമായി മുന്നോട്ട് പോയി. ആ സ്നേഹബന്ധം മുന്നോട്ട് പോയി പ്രണയമായി, പ്രണയം മാറി, അത് പിന്നീട് അത് ഒരു ശാരീരിക ബന്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞത് എന്നെ ഏറെ ഞെട്ടിച്ച് കളഞ്ഞു. ആ സഹോദരി പറയുകയാണ്, അച്ഛാ, ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളതായ ഏക പോംവഴി എന്ന് പറയുന്നത് ഇന്നലെ കണ്ടുമുട്ടിയതായ ആ ചെറുപ്പക്കാരനെ എനിക്ക് മറക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയുമായി വിവാഹമോചനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ളതായ പോംവഴി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ കണ്ടുമുട്ടിയതായ ഏതോ അന്യനാട്ടുകാരനായ ഏതോ ഒരു ചെറുപ്പക്കാരൻ സമ്മാനിച്ചതായ നൈമിഷികമായ സുഖം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ആ ചക്രവാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ സഹോദരി ക്രിസ്തുവിനെ മറന്നുപോയി, നിത്യരാജ്യത്തെ മറന്നുപോയി, സ്വന്തം ജീവിത പങ്കാളിയെ മറന്നുപോയി, 2 കുഞ്ഞുങ്ങളെ മറന്നുപോയി, മാതാപിതാക്കന്മാരെ മറന്നുപോയി, ആത്മീയത മറന്നുപോയി, ഉന്നതമായ വിദ്യാഭ്യാസത്തെയും ജോലിയും എല്ലാം മറന്നുപോയി. ഇതാ ആ സഹോദരി പിശാചിന്റെ കണിയിൽ അകപ്പെട്ടു പോയി നൈമിഷികമായ സുഖത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ഇവിടെ പറയുമ്പോൾ ആ സഹോദരി സ്വസ്നേഹിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്കെൻ്റെ സുഖം മാത്രം മതി എന്നുള്ളതായ ബോധ്യത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ഭക്തിക്ക് യാതൊരു കുറവുമില്ല. ഇപ്പോഴും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, സുവിശേഷ യോഗത്തിന് പോകുന്നുണ്ട്, ഗായക സംഘത്തിലുണ്ട്, പാട്ടുപാടാനുണ്ട്, ആധ്യാത്മിക മേഖലകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ഭക്തിയില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് പൗലോസ് നമ്മോട് പറയുന്നത്. അന്ത്യകാലത്ത് നടക്കുന്ന ദുർഘട സമയങ്ങളെക്കുറിച്ച് അനേകം ആളുകൾ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിന് ശക്തി തുജിക്കുന്നവരായി, ഭോഗപ്രിയരായി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതായ ബോധ്യത്തോടെ അനേകം ആളുകൾ ഈ നാളുകളിൽ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട നാം ചിന്തിക്കണം, ഈ പറയുന്ന കാര്യങ്ങളുള്ള ഏതെങ്കിലും സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? വമ്പ് പറയുന്നവനാണോ? അത്യാഗ്രഹമുള്ളവനാണോ? ദൂഷകനാണോ? അമ്മയപ്പന്മാരനുസരിക്കാത്തവനാണോ? അരുതാത്ത ബന്ധങ്ങളുള്ളവനാണോ? ബന്ധങ്ങളുള്ളവളാണോ? നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെങ്കിൽ തിരുത്തുവാൻ സമയമായില്ലേ? തിരുത്തിയില്ല എങ്കിൽ ആ കാണാത്തതായ നിത്യത നമുക്ക് നഷ്ടപ്പെടുവാനിടയുണ്ട്. ഏശാവിനെ പോലെ, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ നൈമിഷികമായ പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മറന്നുപോയിക്കൊണ്ട് ജീവിക്കുകയല്ലേ? ആയതിനാൽ 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിച്ചു കേൾക്കുന്നുണ്ട്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. പ്രിയപ്പെട്ടവർ, വ്യക്തമായിട്ട് വചനം പറയുകയാണ്. സുവിശേഷം കേൾക്കുന്നവൻ, ഞാൻ അവൻ്റെ വചനം അനുസരിക്കുന്നു എന്ന് പറയുന്നവൻ, ഞാൻ ദൈവകൃപയിലാണ് എന്ന് പറയുന്നവൻ, അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഞാൻ വചനം, അവൻ്റെ കൽപ്പനകളെ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ഞാനൊരു കള്ളനാണോ, കള്ളിയാണോ? നാം സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അവൻ്റെ കൽപ്പനകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ കൽപ്പനകൾ പ്രമാണിക്കാതിരുന്നാൽ, ഹൃദയത്തിൻ്റെ അകത്ത് ഭക്തിയില്ല എങ്കിൽ, ഹൃദയത്തിൻ്റെ അകത്ത് യേശുവില്ല എങ്കിൽ
നാം ഒരു കള്ളനായി മാറിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരത് വലിയ അപകടമാണല്ലോ. 1 പത്രോസ് 3-ാം അധ്യായം അതിന് 14-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, എന്നാൽ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പിനെന്ന്. അത് കത്തോലിക്ക സഭയുടെ BOC ബൈബിൾ പറയുന്നത് കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിപ്പിൻ, ആരാധിപ്പിൻ എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിനെ പൂജിക്കണം, അവനെ ആരാധിക്കണം, അവന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് ദൈവപൈതൽ. അങ്ങനെയുള്ളവർക്കേ നിത്യത അവകാശമായി തീരുകയുള്ളൂ. 1 യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് പാപത്തിൽ വീണിരിക്കുകയാണ് എങ്കിലും സാരമില്ല, ഇപ്പോൾ മനം തിരിയുവാൻ അവസരമുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്കുണ്ട്. അതെപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഇന്നൊരവസരമാണ്, നാളത്തേക്ക് മാറ്റിവെക്കരുതേ. ദൈവജനമേ, ഒരിക്കലും കഥ വായിക്കുവാനിടയായി ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു, കൊലപാതകം ചെയ്തു, അയാളെ കോടതിയിൽ ഹാജരാക്കി. അയാൾ കൊലപാതകിയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ നിരപരാധിയാണ്. വാദമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. ഈ മനുഷ്യൻ കൊലപാതകം ചെയ്തു എന്ന് വ്യക്തമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ സാധിക്കാതെ വന്നതുകൊണ്ട് ഈ മനുഷ്യനെ നിരപരാധി എന്ന് കണ്ടുകൊണ്ട് വെറുതെ വിട്ടയക്കുന്നു. സന്തോഷമായി ഈ മനുഷ്യൻ കോടതിയിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഈ അഡ്വക്കേറ്റ് ഓടിച്ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ, നീ കൊലപാതകിയാണ്, നീ കൊലപാതകം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചത് കൊണ്ടാണ് നിന്നെ നിരപരാധിയായി കണ്ടുകൊണ്ട് കോടതി വിട്ടയക്കുവാനിടയായത്. പക്ഷെ വാസ്തവത്തിൽ കൊലപാതകിയാണ്. സാരമില്ല, നീ പൊയ്ക്കൊള്ളുക, മേലിൽ ആരെയും കൊല്ലരുത്, കൊലപാതകം ചെയ്യരുത്. വർഷങ്ങൾ അനേകം കഴിഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ വീണ്ടും ഒരാളെ കൊന്നു. വീണ്ടും ഇത് കോടതിയിൽ എത്തിയിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഇതാ ജഡ്ജിയുടെ കസേരയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതാ പണ്ട് എനിക്ക് വേണ്ടി വാദിച്ചതായ അഡ്വക്കേറ്റ് ഇതാ പ്രൊമോഷൻ ലഭിച്ചുകൊണ്ട് ഇപ്പോൾ ജഡ്ജിയായി വന്നിരിക്കുന്ന. സന്തോഷമായി, എന്നെ വെറുതെ വിടുമല്ലോ, എന്നെ പരിചയമുള്ള പഴയ അഡ്വക്കേറ്റാണല്ലോ. സന്തോഷമായി. വാദമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. ഈ മനുഷ്യൻ കൊലപാതകം ചെയ്തു എന്ന് കോടതി വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ മനുഷ്യനെ മരണം വരെ തൂക്കിലേറ്റുവാൻ വിധിക്കുന്നു. ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി. വിധിയെല്ലാം കഴിഞ്ഞുകൊണ്ട് സംഭവത്തിൽ പറയുന്നത്, ജഡ്ജി ചേംബറിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുപെട്ടി പറഞ്ഞു, സഹോദര, പണ്ട് നീ ഇവിടെ വന്ന് കൊലപാതകി വന്നപ്പോൾ അന്ന് ഞാൻ അഡ്വക്കേറ്റായിരുന്നു, നിനക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ജഡ്ജിയാണ്. ഇന്ന് ഞാൻ നിൻ്റെ അഡ്വക്കേറ്റല്ല, നീതിയും ന്യായവും വിധിക്കുന്ന ജഡ്ജി മാത്രമാണ്. നിന്നെ വെറുതെ വിടുവാൻ എനിക്കാകില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യേശുക്രിസ്തുവാകുന്ന അഡ്വക്കേറ്റ് നമുക്കുണ്ട്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് പിതാവാൻ ദൈവത്തോട്. എൻ്റെ ഈ സഹോദരി നശിപ്പിച്ച് കളയല്ലേ, വീണ്ടും അവസരം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിൽ നിന്നുകൊണ്ട് ആ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അവസരമുണ്ടല്ലോ വചനം കേട്ട് മാനസാന്തരപ്പെടുവാൻ, അഭക്തി മാറ്റിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥമായ ഭക്തിയിലേക്ക് തിരിച്ചു വരുവാൻ ഇപ്പോൾ അവസരമുണ്ട്. പ്രിയപ്പെട്ടവർ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, അവിടെ ദൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ നിലവിളിക്കുകയാണ് അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, നിന്റെ മകനെന്ന് വിളിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ആ അപ്പൻ മകനെ സ്വീകരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന് സുബോധം വന്നപ്പോഴാണ്, ആ പന്നിക്കുഴിയിൽ കിടന്നുകൊണ്ട് അവന് സുബോധം വന്നപ്പോഴാണ്, ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ സുബോധം വരികയാണ്. ആ സമയത്താണ് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർക്കുവാനിടയായത്. ഇനിയെങ്കിലും നമുക്ക് സുബോധം വരണ്ടേ? ഇനിയും പാപയിമ്പങ്ങൾ ജീവിച്ചാൽ മതിയോ? പോരാ. സുബോധമുണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് സുബോധമുണ്ടാകുമ്പോഴാണ് നിത്യരാജ്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്, യേശുവിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഏശാവ് നിലവിളിച്ചതുപോലെ നിലവിളിക്കാതെ ആ ദൂതപുത്രൻ നിലവിളിച്ചതുപോലെ നിലവിളിക്കുവാൻ സാധിക്കുമോ? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുവാൻ സാധിച്ചാൽ, ഒരു വിശുദ്ധ കുമ്പസാരത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഒന്ന് അനുദപിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഏറ്റുപറയുവാൻ തയ്യാറായാൽ, കരുണയുള്ളവനായ നമ്മുടെ കർത്താവ്, മനസ്സലിവുള്ളവനായ നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിക്കുവാൻ തയ്യാറാണ്. ഇനിയും ഈ ലോക ജീവിതത്തിൻ്റെ നൈമിഷികമായ പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ ആ നിത്യത നമുക്ക് അവകാശമാക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം.
നൈമിഷികമായ കാര്യങ്ങളെല്ലാം വെള്ളത്തിലെ കുമിള പോലെയാണല്ലോ. പാട്ടുകാരൻ പാടുന്നുണ്ട്, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജേഡിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാനീ, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളുകളിൽ നിൻ്റെ ദൈവമക്കൾ ഓരോരുത്തരും ദൈവവചനം കേട്ടുവെങ്കിലും അതനുസരിക്കാതെ നൈമിഷികമായ പ്രലോഭനങ്ങൾ പെട്ടുകൊണ്ട് നിത്യരാജ്യമാകുന്ന മാണിക്യത്തെ മറന്നുകൊണ്ട്, ക്രിസ്തുവാകുന്ന മാണിക്യത്തെ മറന്നുകൊണ്ട് പലപ്പോഴും പിശാചിൻ്റെ കണിയിൽ അകപ്പെട്ടു പോയല്ലോ. എന്നാൽ ഇന്നൊരു തീരുമാനമെടുക്കുന്നു. ഏശാവ് പൊട്ടിക്കരഞ്ഞത് കേട്ടല്ലോ, മനസ്സിലായി. ആ ധൂർത്തനായ മകൻ പൊട്ടിക്കരഞ്ഞതും മനസ്സിലായല്ലോ. കർത്താവെ, ഞങ്ങൾ നിലവിളിക്കുന്നു, അപ്പാ ഞങ്ങൾ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. കർത്താവേ, നിൻ്റെ മക്കളുടെ നിലവിളി നീ കേൾക്കുന്നുവല്ലോ, അവരുടെ ഒരു മനസ്സാന്ത അനുഭവം നീ കാണുന്നുവല്ലോ. എല്ലാവരും ക്ഷമിക്കണമേ, പൊറുക്കണമേ. ഇനിയുള്ള നാളുകൾ ഏറെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം, നിത്യത അവകാശമാക്കണമെന്നുള്ളതായ സുബോധത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാ ദൈവമക്കളെയും അങ്ങ് കൃപയാൽ അനുഗ്രഹിക്കണമേ. ദൈവവചനം കേട്ടുകൊണ്ട് ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായി മാറ്റണം. അതോടൊപ്പം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊടുക്കണമേ. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ. കടഭാരങ്ങൾ ഇളച്ചു കൊടുക്കണമേ. ദൈവിക സമാധാനം കൊണ്ട് മൂടണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട എല്ലാ കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കും പിതാവാം ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. Maria.